ടു ഇമ്പേഴ്സ് നമ്മൾ നോക്കാൻ പോകുന്ന ആൻറ്റി അഞ്ചിനൽ ഡ്രഗ്സ് ആണ്. അഞ്ചിനയുടെ ഡ്രഗ്സ് അല്ല, ആൻറ്റി അഞ്ചിനൽ ഡ്രഗ്സ്. സോ ബേസിക്കലി എന്താണ് അഞ്ചൈന എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അഞ്ചൈന പെക്ടോറസ് എന്താണെന്ന് അറിയാം അല്ലേ. സോ ബേസിക്കലി നമുക്ക് അഞ്ചൈനയ്ക്ക് എഗെയിൻസ്റ്റ് കൊടുക്കുന്ന ഡ്രഗ്സുകളാണ് നമ്മൾ എന്ത് പറയുക, ആൻറ്റി അഞ്ചൈനൽ ഡ്രഗ്സ് എന്ന് പറയാം. ഓക്കെ, ഒന്നെങ്കിൽ അഞ്ചൈന വരാതിരിക്കാനോ അല്ലെങ്കിൽ അഞ്ചൈന വന്നതിന് ശേഷമോ കൊടുക്കുന്ന ഡ്രഗ്സ് ആയിരിക്കാം. സോ ബേസിക്കലി ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ അഞ്ചൈന കൊണ്ട് ഉദ്ദേശിക്കുന്ന നമുക്ക് ഓക്സിജന് ഡിമാൻഡ് ഉണ്ടാവുക, നമ്മുടെ ബോഡിയിൽ ഹാർട്ടിൽ ഓക്സിജന് ഡിമാൻഡ്, ഓക്സിജൻ കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടാതെ വരിക, പറയില്ലേ അഞ്ജന നീ എന്നെ അഞ്ജന, ആ പരിപാടി തന്നെ. അപ്പോൾ എനിക്ക് ഓക്സിജൻ ഇല്ല എന്ന് പറയുന്ന പോലെ ഓക്സിജൻ കിട്ടാതെ വർക്ക് ലോഡ് കൂടി അറ്റാക്കൊക്കെ വരുന്ന ഒരു കണ്ടീഷനെയൊക്കെ, അറ്റാക്ക് വരെ വരാൻ ചാൻസ് ഉണ്ട്, വരുന്നല്ല വരുന്നൊരു കണ്ടീഷനിലേക്ക് പോകുന്ന രീതിയാണ് അഞ്ചൈന എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അഞ്ചൈന എന്താന്ന് നോക്കാം. സോ അഞ്ചൈന പെക്ടോറസിന്റെ ഒരു പെയിൻ ആണ് കേട്ടോ. സോ പെയിൻ ആണ് ഇംബാലൻസ് ബിറ്റ്വീൻ ഓക്സിജൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇൻ പോർഷൻ ഓഫ് മയോകാർഡിയം. സോ ബേസിക്കലി ഓക്സിജൻ കിട്ടാതെ വരുന്നു, അത് തന്നെയാണ് ഉത്തരം, വേറൊന്നുമല്ല. ഓക്സിജൻ കിട്ടാതെ വരുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ അഞ്ചൈന എന്ന് പറയുക. സോ ബേസിക്കലി ഇസ്കീമിയ, ചെസ്റ്റ് പെയിൻ എന്നൊക്കെ പറയാറുണ്ട്. സോ ഓക്സിജൻ സപ്ലൈ പ്രോപ്പറായിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഓക്സിജൻ കറക്റ്റായിട്ട് ഹാർട്ടിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, അത് നമ്മുടെ കാർഡിയക് മസിലിനെയൊക്കെ ബാധിക്കും. സോ അത് അഞ്ചൈന അറ്റാക്കിലേക്ക് മാറാം. എന്തിലേക്ക് മാറാം? അറ്റാക്കിലേക്ക് മാറാം. സോ അത് ചെസ്റ്റ് പെയിനും ഡിസ്കംഫോർട്ടും ഒക്കെ വരുന്നു. അപ്പോൾ ഉടനെ തന്നെ മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ മെഡിക്കൽ നീഡൊക്കെ ആവശ്യമുള്ളൊരു പരിപാടിയാണ്. സോ ഡെഫിനിഷൻ നോക്കി വെക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സോ ക്ലാസിഫിക്കേഷൻ പറയുവാണെങ്കിൽ നൈട്രേറ്റ്സ് കൊടുക്കാം, ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കാം, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഹൈപ്പർ ടെൻഷനിലൊക്കെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സും ബീറ്റ ബ്ലോക്കേഴ്സും ഒക്കെ നമ്മൾ പഠിച്ചു. സോ നൈട്രേറ്റ്സിനകത്ത് ഷോർട്ട് ആക്ടിങ് ഉണ്ട്, ലോങ് ആക്ടിങ് ഉണ്ട്. സോ ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ്, ഐസോസോർബേറ്റ് ഡൈനൈട്രേറ്റ് ആണ് നൈട്രേറ്റ്സിൽ വരുന്നത്. നാവിനടിയിടുന്ന ഗുളിക കേട്ടോ, വേദനയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നാവിനടിയിടുന്ന ഗുളികയാണ്. ലോങ് ആക്ടിങ്ങിൽ ഐസോസോർബേറ്റ് ഡൈനൈട്രൈൽ ഉണ്ട്, ഐസോർബേറ്റ് മോണോനൈട്രേറ്റ് ഉണ്ട്. എല്ലാം മോണോ ഡൈ അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. ആൻഡ് ബീറ്റ ബ്ലോക്കേഴ്സ് അറിയാലോ, എല്ലാം ലോയിലാണ് അവസാനിക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ബ്ലോയിന്റെ ലോ ആലോചിക്കാട്ടെ, ലോ. ആൻഡ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണെങ്കിൽ മില്ലാണ്. സോ കാൽഷ്യത്തിന് ഐ ആലോചിക്കുക, വെരാപ്പമൈൽ, ഡിൽറ്റിയാസം, അമലോഡിപ്പിനൊക്കെയാണ് എക്സാമ്പിൾ വരിക കേട്ടോ. സോ ബീറ്റ ബ്ലോക്കേഴ്സ് ലോള് ആൻഡ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് മില്ലിലാണ് അവസാനിക്കുക. എല്ലാം മില്ലല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു, വെരാപ്പമൈൽ ആൻഡ് അമിലോഡിപ്പിൻ അങ്ങനെ കേട്ടോ. സോ ഞാൻ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ആ ക്ലാസിഫിക്കേഷൻ പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൂടെ പഠിക്കുക. സോ നൈട്രേറ്റ്സ് എങ്ങനെ നമ്മൾ കൊടുക്കുക, ഞാൻ പറഞ്ഞു സബ്ലിംഗുലാണ്, നാവിനടിയിടുന്ന ഗുളിക അല്ലേ. അപ്പോൾ നാവിനടിയിൽ ഇടുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ബോഡിയിലേക്ക് ഡയറക്റ്റ്ലി മരുന്നെത്തുന്നു എന്നുള്ളതാണ്. സോ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോ നൈട്രേറ്റ്സ് ആണ് അല്ലേ, നൈട്രേറ്റ്സ് ആണെങ്കിൽ കൺവേർട്ട് ടു നൈട്രസ് ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ആവും. സോ ഈ നൈട്രസ് ഓക്സൈഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ CGMB കൂട്ടുകയാണ് ചെയ്യുക. സോ നൈട്രസ് ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, CGMB, അതായത് സൈക്ലിക് ഗ്യൂനോസൈഡ് മോണോഫോസ്ഫേറ്റ് ലെവല് കൂട്ടും. നിങ്ങൾ CGMB എന്ന് പഠിച്ചാൽ മതി, അതായിരിക്കും ഏറ്റവും എളുപ്പം. അല്ലാണ്ട് എക്സ്പാൻഷൻ ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. സോ നൈട്രൈറ്റ്സ് നൈട്രിക് ഓക്സൈഡ്സ് ആയിട്ട് മാറുന്നു ആൻഡ് സൈക്ലിക് ഗ്യൂനോസൈഡ് മോണോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ CGMB ലെവൽ കൂട്ടുകയാണ് ചെയ്യുക. അതിനുശേഷം മയോസിൻ ലൈറ്റ് ചെയിൻ ഡീഫോസ്ഫോറിലേഷൻ ആണ്. അതായത് ഈ CGMB എന്ത് ചെയ്യുന്നു വെച്ചാൽ മയോസിൻ ലൈറ്റ് ചെയിൻ ഡീഫോസ്ഫോറിലേഷൻ എന്ത് ചെയ്യുന്നു, എലിവേറ്റ് ചെയ്യുന്നു, ലീഡ് ചെയ്യുകയും അങ്ങനെ വാസ്കുലർ റിലാക്സേഷൻ, അവിടെ നമ്മുടെ മസിൽസ് എന്ത് ചെയ്യുന്നു, റിലാക്സ് ആവുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ റിലാക്സേഷനിലേക്ക് പോവുകയും അങ്ങനെ ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആവുകയും ഇൻക്രീസ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്നും കൂടെ പറയാം, നൈട്രേറ്റ്സ് നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറുന്നു, CGMB കൂട്ടുന്നു ആൻഡ് ഡീഫോസ്ഫോറിലേഷൻ ലീഡ് ചെയ്യുന്നു. അത് കാരണം വാസ്കുലർ റിലാക്സേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ സംഭവം, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അതിൻ്റെ ഡോസേജ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു വെക്കാം. സോ ലോങ് ആക്ടിങ് നൈട്രേറ്റ്സ് ഉണ്ട്, ഐസോസോർബൈഡ്, അപ്പോൾ അതിൻ്റെ ഒക്കെ ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി എത്ര mg ആണെന്ന്. എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, 1-2 മാത്രം നോക്കി വെച്ചാൽ മതി. സോ നൈട്രേറ്റ്സ് നമ്മൾ അഞ്ചൈന പെക്ടോറസിനാണ് കൊടുക്കാറുള്ളത്. സോ റാപ്പിഡ് ആയിട്ടുള്ള പെയിൻ കുറയും കേട്ടോ, പെട്ടെന്ന് പെയിൻ കുറയുന്ന ഒരു ഡ്രഗാണ്, നാവിലിടുന്ന ഗുളിക ആയതുകൊണ്ട് തന്നെ. പിന്നെ കാർഡിയക് ഹാർട്ട് ഫെയിലിയറിന് കൊടുക്കാറുണ്ട്. പിന്നെ സ്ട്രോക്ക് വരാതിരിക്കാൻ നമ്മൾ ഈ മരുന്ന് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ ആലോചിക്കും, ഈ നൈട്രേറ്റ്സ് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു സിസ്റ്ററും ഒരു ഡോക്ടറും കൂടി ഇരുന്ന് ചിരിച്ച് കളിയടിച്ച് ലൈൻ അടിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, സന്തോഷത്തിലാണ് അവർ നൈട്രേറ്റ്സ് കൊടുക്കുമ്പോൾ. ഭയങ്കര സന്തോഷമില്ല, അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ, നിങ്ങളോട് വേറെ ചിന്തിക്കണ്ട. സോ
കോൺട്രാ ഇൻഡിക്കേഷനും സൈഡ് എഫക്റ്റും പറയാം. സോ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഹൈപ്പർ സെൻസിറ്റിവ്, നൈട്രേറ്റ്സിനോട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഹൈപ്പോ ടെൻഷനോട് കൊടുക്കാൻ പറ്റില്ല. കാര്യം ഹൈപ്പോ ടെൻഷൻ വെച്ചാൽ കുറവല്ലേ, അപ്പോൾ ഓൾറെഡി റിലാക്സ് ചെയ്യുകയാണല്ലേ, വാസോ ഡൈലേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്ന ഹൈപ്പോ ടെൻഷൻ പണി കിട്ടും. ആൻഡ് ഹൈപ്പോട്രോഫിക് കാർഡിയോ മയോപ്പതി ഉള്ളത് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് കൺകറന്റ് യൂസ് ഓഫ് ഫോസ്ഫോഡയസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ്, ഫോസ്ഫോഡയസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എന്ത് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് നൈട്രേറ്റ്സ് കൊടുക്കാൻ പറ്റില്ല. സോ കോമൺ സൈഡ് എഫക്ട് ഇത് എപ്പോഴും ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഹെഡ് ഏക്ക്, ഡിസ്നെസ്, നൗസിയ, പിന്നെ ലൈറ്റ് ഹെഡ്നെസ്, റെസ്റ്റ്ലെസ്, ഇത് ഉള്ളതാണ്. നൈട്രൈറ്റ്സ് ഉള്ള ഗുളിക കൊടുക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. സോ സീരിയസ് സൈഡ് എഫക്ട് ഉണ്ട്, ഹൈപ്പോ ടെൻഷൻ ആൻഡ് സിങ്കോപ്പ്, ഫെയിൻറ്റിങ് ഉണ്ടാവും, ആൻഡ് മെത്തമഗ്ലോബിൻ അനീമിയ ഉണ്ടാവും. പക്ഷെ ഇത് റെയർ ആണ് കേട്ടോ. സോ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ കോമൺ സൈഡ് എഫക്ട് പഠിച്ചാലും മതി. ആൻഡ് കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പഠിച്ച് വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ബീറ്റ ബ്ലോക്കേഴ്സ്. സോ ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ എന്താ ഹൈപ്പർ ടെൻഷനിൽ പഠിച്ചതാണ്, എങ്ങനെയാണ് ഡ്രഗ്സും ഒക്കെ പഠിച്ചത്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ വായിച്ചു പോയാൽ മതി. സോ പ്രൊപ്രനോൾ കൊടുത്തിട്ടുണ്ട്. സോ പ്രൊപ്രനോൾ ഒരു നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. സോ ബീറ്റ 1ഉം ബീറ്റ 2 റിസപ്റ്ററിനെ ആക്ട് ചെയ്യാം. ആരൊക്കെയാണ്? ബീറ്റ 1, ബീറ്റ 2 റിസപ്റ്റേഴ്സ് ആണ്. സോ ഒരുപാട് കാർഡിയോ വാസ്കുലർ കണ്ടീഷൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണ് എന്താ ബീറ്റ ബ്ലോക്കേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം എന്താണ്, ലോളിലാണ് അവസാനിക്കുക. ബീറ്റ ബ്ലോക്കേഴ്സ് ലോളിലാണ്. ആൻഡ് അഞ്ചൈനയ്ക്ക് 40 mg ട്വൈസ് ഡെയിലി വെച്ചിട്ടാണ് നമ്മൾ നോർമലി കൊടുക്കുക. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓൾറെഡി നമുക്കറിയാം, ബീറ്റ ബ്ലോക്കിംഗ് ആണ്. ഓൾറെഡി പേര് പറയുന്ന പോലെ തന്നെ നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ തന്നെയാണ്. സോ ഹാർട്ട് റേറ്റ് നമ്മൾ കുറച്ചുകൊണ്ട് കോൺട്രാക്ട്, അതായത് നമ്മൾ ഈ ഇടിക്കുന്ന സംഭവമില്ലേ, ഈ മെരുങ്ങുന്ന സംഭവം, അല്ലെങ്കിൽ എന്താ പറയുക, കോൺട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, ചുരുങ്ങുക അല്ലെ, ചുരുങ്ങുന്നതിനെ കുറച്ചുകൊണ്ട് ഓക്സിജൻ ഡിമാൻഡ് കൂട്ടിക്കൊണ്ട്, നമുക്ക് ഓക്സിജൻ ഡിമാൻഡ് ആണല്ലോ വരുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ വരികയാണല്ലോ. അപ്പം അത്രയും ആ ഡിമാൻഡൊക്കെ മാറ്റിക്കൊണ്ട് ബാലൻസ് ഓക്സിജൻ സപ്ലൈ കൊണ്ടുവന്നിട്ട് ആക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാന്നുള്ളതേ ഉള്ളൂ, അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. സോ കോൺട്രാ ഇൻഡിക്കേഷൻ ബ്രാഡികാർഡിയാണ്. സോ സ്ലോ ഹാർട്ട് റേറ്റ് വരാം, കാര്യം ഓൾറെഡി കുറയുമല്ല. അപ്പോൾ ബീറ്റ ബ്ലോക്കേഴ്സ് ഉപയോഗിക്കുമ്പോൾ വീണ്ടും കുറയാം. ആൻഡ് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്ക് ഉള്ള ആൾക്കാർക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ബ്രാഡികാർഡിയ എന്നുള്ളത് സ്ലോ ഹാർട്ട് റേറ്റ് ഉള്ള ആൾക്കാരിൽ തന്നെ വീണ്ടും നമുക്ക് ഈ ബീറ്റ ബ്ലോക്കർ കൊടുക്കാൻ പറ്റില്ല. അത് ഡേഞ്ചറസ് ആണ് കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. സോ പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയതാണ്. ആൻഡ് ഹാർട്ട് ബ്ലോക്ക് ഉള്ളത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ സിവിയർ ഹാർട്ട് ഫെയിലിയർ, ഓൾറെഡി ഹാർട്ട് ഫെയിലിയർ ഉള്ള ആൾക്കാർക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചു കൊടുക്കണം. ആൻഡ് ആസ്മ കണ്ടീഷൻ, അല്ലെങ്കിൽ ഓൾറെഡി ആസ്മയുള്ള ആൾക്കാർക്ക്, ഈ ബ്രോങ്കിയോസ്പാസം ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വീണ്ടും അത് എന്ത് ചെയ്യും, റീബൗണ്ട് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ബ്രാഡികാർഡിയ ഹാർട്ട് ബ്ലോക്ക് മാത്രം പഠിച്ചാലും മതിയാകും. സോ കാൽസ്യം ചാനൽ ബ്ലോക്കർ ആണ്. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നിങ്ങൾ ഓൾറെഡി ഹൈപ്പർ ടെൻഷന് പഠിച്ചതാണ്, അപ്പോൾ ഞാൻ വീണ്ടും അത് പറയുന്നില്ല. പക്ഷേ ലാസ്റ്റ് ഫൈനൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിന് പ്രോപ്പറായിട്ട് ഓക്സിജൻ കിട്ടുക എന്നുള്ളതാണ്. വാട്ട് എവർ എങ്ങനെയാണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും കേട്ടോ, ബേസിക് ആയിട്ട് കാൽസ്യം ചാനൽ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ടൈപ്പ് ഓഫ് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സിൽ ഡൈഹൈഡ്രോ ഫിരിഡിൻസ് ഉണ്ട്, ബെൻസോ തൈസപ്പീൻസ് ഉണ്ട്, ഫിനൈൽ ആൽക്കിൽ അമീൻസ് ഉണ്ട് കേട്ടോ. സോ അതിലാണ് അമലോറൈഡ്, നിഫിഡിപ്പിൻ, ഡിൽറ്റിയാസം, വെരാപ്പമയിലൊക്കെ വരിക. സോ എല്ലാം വാസോഡൈലേറ്റർ ആണ് കേട്ടോ, എല്ലാം വാസോഡൈലേറ്റർ ആണ്. പിന്നെ യൂസിന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, ഹൈപ്പർ ടെൻഷൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റേബിൾ അഞ്ചൈന, പിന്നെ ഏട്രിയൽ ഫിബ്രിലേഷൻ സ്റ്റേബിൾ ആവാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എല്ലാം സ്റ്റേബിൾ അഞ്ചൈന തന്നെയാണ്. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ഒരു എക്സ്ട്രാ യൂസും കൂടെ ഒരു നല്ലതല്ലേ. അപ്പോൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. നമ്മൾ ഓൾറെഡി കാൽസ്യം ചാനൽ ബ്ലോക്കർ പഠിച്ചതാണ്, അതുകൊണ്ട് അതിന് എക്സ്ട്രാ വീണ്ടും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അതർ അഞ്ചൈനൽ ഡ്രഗ്സ് ആണ്, എക്സ്ട്രാ ഡ്രഗ്സുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ട്രൈമെത്താസൈഡിൻ ആണ്. സോ ഇത് നമുക്ക് മയോകാർഡിൽ ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ വരുന്നതാണ്. ഇറ്റ്സ് ഡിപ്പെൻഡ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ വിട്ടേക്കൂ. ആൻഡ് റൊനോളാസൈൻ ആണ്. സോ ഇത് സോഡിയം കറണ്ട്, കാർഡിയാക് സെൽസിലുള്ള സോഡിയം കറണ്ടിനെ കുറച്ചുകൊണ്ട് ഓവർലോഡ് കുറയ്ക്കുകയാണ് ചെയ്യുക. ആൻഡ് ഇവാബ്രാഡിൻ ആണ്. സോ ഇത് സെലക്റ്റീവ്ലി ഇൻഹിബിറ്റ് കറണ്ട് ഇൻ ദ സൈനോ ഏട്രൽ നോഡ്, നമ്മുടെ ഹാർട്ടിലുള്ള സൈനോ ഏട്രൽ നോഡിലുള്ള കറണ്ടിനെ കുറച്ചുകൊണ്ട്, ഹാർട്ട് റേറ്റ് കുറച്ച്, പ്രഷറൊക്കെ കുറച്ചുകൊണ്ട്, കോൺട്രാക്ടിലിറ്റിയും കുറച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ലോഡ് മാത്രം എടുക്കുന്ന പരിപാടിയാണ് ഇവിടെയും ചെയ്യുന്നത് കേട്ടോ. സോ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് നിർബന്ധമല്ല, ഇത് പഠിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. കാര്യം ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല, കാര്യം നമ്മൾ ഓൾറെഡി എല്ലാം നമ്മൾ പഠിച്ചതല്ലേ, എല്ലാം നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോയതാണ്. അപ്പോൾ വീണ്ടും അത് പഠിച്ച് ഞാൻ പറയത്തില്ല, ഒരിക്കലും നിങ്ങളത് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് നിക്കോറാൻഡിലാണ്. നിക്കോറാൻഡിൽ ഒരു പൊട്ടാസ്യം ചാനൽ ഓപ്പണറാണ്, നൈട്രേറ്റ് ലൈക്ക് എഫക്റ്റ് ആണ് ഉള്ളത് കേട്ടോ. സോ നിക്കോറാൻഡിലും ആണുള്ളത്. അപ്പോൾ ഇത്രയും ഡ്രഗ്സ് ഉള്ളത്. സോ നന്നായിട്ട് പഠിക്കുക, ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്, അധികമൊന്നും. ഹൈപ്പർ ടെൻഷൻ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് കാണാം. താങ്ക് യു.